Hi students, നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, let S be the set of all real numbers, then the relation. 6 വരെ പറഞ്ഞിട്ടുണ്ട്, set of all ordered pairs A B such that 1 plus AB greater than 0 on S എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് റിഫ്ലക്സീവ്, സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്, റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലക്സീവ്, റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ് ആൻഡ് സിമെട്രിക്. അതാണ് നമ്മുടെ ഓപ്ഷൻസ്. നമുക്ക് ആദ്യം ഇത് റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാം. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, A related to B implies 1 plus AB greater than 0. അപ്പോൾ നമുക്ക് റിഫ്ലക്സീവ് ആകാനായിട്ട് ബിക്ക് വേറെ എ കൊടുക്കാം. ബിക്ക് വേറെ നമുക്ക് എ കൊടുത്താൽ 1 plus A into A. 1 plus A into A എന്ന് പറയുന്നത് 1 plus A square ആണ്. A square എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ 1 plus A square എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ ക്ലിയർലി ദിസ് ഈസ് റിഫ്ലക്സീവ്. ഇത് ക്ലിയർലി റിഫ്ലക്സീവ് ആണ്. ഇനി 1 plus AB greater than 0 ആണെങ്കിൽ 1 plus BA എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 തന്നെയാണ്. കാരണം കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്, AB is equal to BA ആണ്. സോ ഒബ്വിയസ്ലി A related to B implies B related to A ആണ്. ഇത് നമുക്കുള്ളത് എന്താണ്, നമുക്കിനി ഒരു റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ് ആൻഡ് സിമെട്രിക് കിടക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്യണം. ഇപ്പോൾ ഒരു പ്രജുഡൈസ്ഡ് ആയിട്ട് എടുക്കുമ്പോഴത്തേനും നമ്മളിത് ട്രാൻസിറ്റീവ് അല്ലായിരിക്കും എന്നൊരു ചോയ്സിലേക്ക് പോവുകയാണ്. ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ A റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആകണമെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. അതായത് 1 plus AB എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, 1 plus BC എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 1 plus AC എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് നമ്മൾ ട്രാൻസിറ്റീവ് ആകുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ ഗസ് ഉണ്ട് ഇത് ട്രാൻസിറ്റീവ് ആയിരിക്കില്ല എന്ന്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ല എന്ന് തെളിയിക്കാനായിട്ട് നമ്മളൊരു കൗണ്ടർ എക്സാമ്പിളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയോ, ഞാൻ എക്കൊരു 1 കൊടുക്കുന്നു, ബിക്കൊരു -1/2 കൊടുക്കുന്നു, സിക്കൊരു -4 കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. സോ 1 plus AB എന്ന് പറയുന്നത് 1 plus 1 into -1/2 ആണ്. ദാറ്റ് ഈസ് 1 minus 1/2, ദാറ്റ്സ് ഈക്വൽ ടു 1/2. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എ റിലേറ്റഡ് ടു ബി ആണ്. ബി സി എടുത്താൽ 1 plus BC എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus -1/2 into -4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ബി റിലേറ്റഡ് ടു സി ആണ്. 1 plus AC എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 plus 1 into -4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 4 വരും. -3 ലെസ് ദാൻ 0 ആണ്. ദാറ്റ് ഈസ് എ നോട്ട് റിലേറ്റഡ് ടു സി ആണ്. അപ്പോൾ ഇത് നോട്ട് ട്രാൻസിറ്റീവ് ആണ്. ശരിയല്ലേ? സോ റിഫ്ലക്സീവ്, സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. ആൻസർ ഓപ്ഷൻ എ വരും. ഓക്കെ, അടുത്ത ചോദ്യം. Let capital A be a set containing 10 distinct elements, then the total number of distinct functions from A to A. Number of functions from A to B എന്ന് പറയുന്നത് n of B raised to n of A ആണ്. So number of functions from A to A എന്ന് പറയുന്നത് n of A raised to n of A തന്നെയാണ്. That is equal to 10 raised to 10 എന്ന് കിട്ടും. 10 raised to 10 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ A. Okay, അടുത്ത ചോദ്യം. If a function f satisfies f of x is equal to x plus 1 for all real values of x, and if f of 0 is equal to 1/2, then f of 1 is equal to. So ഞാൻ ഈ എക്സിന് 0 കൊടുക്കുന്നു വിചാരിക്കാം. എക്സിന് 0 കൊടുത്താൽ പിള്ളേർ ഇത് f of 0 എന്ന് പറയുന്നത് 0 plus 1 കിട്ടും. f of 0 അവർ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് f of 1/2 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. f of 1/2 1 എന്ന് കിട്ടിയാൽ ഞാൻ ഇനി എക്സിന് 1/2 എന്ന് കൊടുക്കുക. എക്സിന് 1/2 കൊടുത്താൽ ഇതിനകത്ത് എക്സിന് 1/2 കൊടുത്താൽ f of 1/2 is equal to എക്സിന് 1/2 അല്ലേ കൊടുത്തത്, 1/2 plus 1 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് f of 1/2 എന്ന് പറയുന്നത് 1 ഓൾറെഡി നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 plus 1 എന്ന് പറയുന്നത് 3/2 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് കോസ് 7π/6. പിള്ളേരെ, കോസ് ഇൻവേഴ്സ് കോസ് ഇത് പ്രിൻസിപ്പൽ ഡൊമൈൻ അല്ല. കോസിന്റെ പ്രിൻസിപ്പൽ ഡൊമൈൻ എന്ന് പറയുന്നത് 0 to π ആണ്. നമുക്ക് 0 to π ആണെങ്കിൽ മാത്രമേ 7π/6 കോസ് ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ. ഇത് പൈനേക്കാൾ വലുതാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 നമുക്ക് π plus π/6 എന്ന് എഴുതാം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് π plus π/6 എന്ന് വിളിക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് π plus π/6. π പ്ലസ് വന്നാൽ ചേഞ്ച് ഇല്ല. സോ മൈനസ് കോസ് π/6 എന്ന് കിട്ടും. ശരിയല്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എന്ന് പറയുന്നത് π - π/6 ആണ്. ദാറ്റ് ഈസ് 5π/6. സിമ്പിൾ.
5π/6 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് എ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ദെൻ ദ വാല്യൂ ഓഫ് സൈൻ 2a. പിള്ളേരെ സൈൻ 2a എന്ന് പറയുന്ന ആക്ച്വലി 2 tan a ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ a ആണല്ലോ, ശരിയല്ലേ? എ എന്ന് പറയുന്നവർ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ടാൻ എ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കണം. ദാറ്റ്സ് ഈക്വൽ ടു 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ ആണ്, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എൽസിയം എടുക്കണം അല്ലേ, 9 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 36 മൈനസ് 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 9 ആണ്. 4 ഇൻറ്റു 9 ക്യാൻസൽ ആയിപ്പോവും. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 17 ഡിവൈഡഡ് ബൈ 34 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2. ടാൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, അടുത്തത്. ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 5π/6. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് സൈൻ 5π/6 നമുക്ക് പൈ മൈനസ് π/6 എന്ന് വിളിക്കാം, ശരിയല്ലേ? സൈൻ 5π/6 നമുക്ക് പൈ മൈനസ് π/6 എന്ന് വിളിക്കാം. പൈ മൈനസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് പൈ വന്നാൽ ചേഞ്ച് ഇല്ല, സൈൻ π/6 തന്നെ. പിന്നെ പൈ മൈനസ് എന്ന് പറയുന്ന സെക്കൻഡ് ക്വാഡ്രന്റ് ആണോ, സൈൻ പോസിറ്റീവ് ആണ്. സൈൻ ഇൻവേഴ്സ് സൈൻ ക്യാൻസൽ ആയിപ്പോവും. സോ ദ ആൻസർ വിൽ ബി π/6 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ഇഫ് 1 മൈനസ് ടാൻ തീറ്റ 1 ടൈംസ് 1 ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ 1 റേസ് ടു -1, അത് ഇൻവേഴ്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ബി എ. ദെൻ പിള്ളേർ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഞാൻ എ ഈസ് ഈക്വൽ ടു 1 ടാൻ തീറ്റ മൈനസ് ടാൻ തീറ്റ 1 ഇതൊന്ന് വിളിച്ചാൽ ഈ മെട്രിക്സിനെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നു. ഞാൻ പെട്ടെന്ന് നോക്കുന്നത് ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആയി പോകില്ല. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്കറിയാം. ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 മൈനസ് പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലേ, ദാറ്റ് ഈസ് സീക്ക് സ്ക്വയർ തീറ്റ നമുക്ക് കിട്ടും. സോ അഡ്ജോയിൻ്റ് എ എഴുതാനായിട്ട് ഇതിൻ്റെ അഡ്ജോയിൻ്റ് എഴുതാൻ നമുക്കറിയാം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും 1 തന്നെ വരും. ഇതിന് മൈനസ് കൊടുക്കും, മൈനസ് ടാൻ തീറ്റ. ഇതിനെ മൈനസ് മാറ്റുമ്പോഴത്തേനും ടാൻ തീറ്റ എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/sec square theta minus tan theta by sec square theta tan theta by sec square theta 1/sec square theta. സോ ഇതാണ് നമ്മുടെ ഇൻവേഴ്സ്, അതായത് രണ്ടാമത്തെ മെട്രിക്സ്, ശരിയല്ലേ? നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഈ മെട്രിക്സ് ആയിട്ടാണ്. 1 മൈനസ് ടാൻ തീറ്റ 1 ഇത് രണ്ടും കൂടിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്തായാലും ഈക്വൽ ടു 1 ഇൻറ്റു 1/sec square തീറ്റ എന്ന് പറയുന്നത് 1/sec square തീറ്റയാണ്. മൈനസ് ടാൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ ബൈ sec square തീറ്റ എന്ന് പറയുന്നത് മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ sec square തീറ്റയാണ്, ശരിയല്ലേ പിള്ളേരെ? 1 ഇൻറ്റു ഇത് പ്ലസ് മൈനസും ഇത് മൈനസും ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് മൈനസ് ടാൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ sec square തീറ്റ. ഇനി 1 ഇൻറ്റു മൈനസ് ടാൻ തീറ്റ ബൈ sec square തീറ്റ മൈനസ് ടാൻ തീറ്റ ബൈ sec square തീറ്റ. സിമിലർലി ടാൻ തീറ്റ ഇൻറ്റു 1 ടാൻ തീറ്റ ബൈ sec square തീറ്റയാണ്. So 1 into tan theta by sec square, that is plus tan theta by sec square theta. Tan theta into minus tan theta എന്ന് പറയുന്നത് minus tan square theta by sec square theta ആണ്. Plus 1 into അത് 1/sec square theta. പിള്ളേർ ഇത് നമുക്കൊന്ന് LCM എടുക്കാം എല്ലായിടത്തും. ഇതിവിടെ LCM എടുത്താൽ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ sec square തീറ്റ എന്ന് കിട്ടും.
ഇതാണെങ്കിൽ -2 tan θ ബൈ sec square θ എന്ന് കിട്ടും. ഇത് 2 tan θ ബൈ sec square θ എന്ന് കിട്ടും. ഇതാണെങ്കിലോ 1 - tan square θ ബൈ sec square θ എന്ന് കിട്ടും. Now നമുക്ക് ഈ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു മെട്രിക്സ് അവർ തന്നിട്ടുണ്ട്. അതെന്താണ്? a - b b a ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ a എന്താണ്? a എന്ന് പറയുന്നത് 1 - tan square θ ബൈ sec square θ ആണ്. b എന്താണ്? ഇവിടെ -b ആണ്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ 2 tan θ ബൈ sec square θ ആണ്. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാവേ ഓപ്ഷനിലുള്ളത് കിട്ടുമോന്ന്. This is equal to 1 - tan square θ എനിക്ക് sin square θ ബൈ cos square θ എന്ന് എഴുതാം. ഇൻറ്റു sec square θ മുകളിലേക്ക് വരുമ്പോഴത്തേനും cos square θ ആകും. ദാറ്റ് ഇസ് ഈക്വൽ ടു cos square θ മൈനസ് sin square θ എന്നാവും അല്ലേ. cos square θ മൈനസ് sin square θ അപ്പോൺ cos square θ ഇൻറ്റു cos square θ എന്നാകും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. cos square θ മൈനസ് sin square θ എന്ന് പറയുന്നത് cos 2θ ആണ്. സോ a is equal to cos 2θ എന്ന് കിട്ടും. സിമിലർലി b കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 ഇൻറ്റു tan θ നമുക്ക് sin θ ബൈ cos θ എന്ന് വിളിക്കാം. ടൈംസ് sec square θ മുകളിലേക്ക് പോയാൽ നമുക്ക് cos square θ കിട്ടും. cos θ ക്യാൻസൽ ആയി പോകും. 2 sin θ cos θ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു sin 2θ ആണ്. ഓക്കെ, സോ a എന്ന് പറയുന്നത് cos 2θ എന്നും b എന്ന് പറയുന്നത് sin 2θ എന്ന് കിട്ടിയിട്ടുണ്ട്. അത് ആൻസർ ഓപ്ഷൻ a ആണ്. സക്സസ്. അടുത്ത ചോദ്യം. Question number 9. If a is equal to 1, 3, 3, 4 and a square minus ka minus 5i is equal to 0, then the value of k is. See, a square കണ്ടുപിടിക്കാം നമുക്ക്. a square എന്ന് പറയുന്നത് 1, 3, 3, 4 ടൈംസ് 1, 3, 3, 4 ആണ്. That is equal to 1 into 1 plus 3 into 3, 1 into 3, 3 into 4, 3 into 1, 4 into 3, 3 into 3, 4 into 4. പെട്ടെന്ന് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടത്തുമ്പോൾ നമുക്ക് തെറ്റ് പറ്റാറുണ്ട് കേട്ടോ. 10, 15, 15, 25. നമുക്കൊന്ന് കൺഫേം ചെയ്യാമല്ലേ പിള്ളേരെ. 1 plus 9, 10. 3 plus 12, 15. 3 plus 12, 15. 9 plus 16, 25. a സ്ക്വയർ കറക്റ്റ് ആണ്. നമുക്ക് k ഇൻറ്റു എ എന്ന് പറയുന്നത് k 3k 3k 4k ആണ്. 5i എന്ന് പറയുന്നത് 5005 ആണ്. ഓക്കെ, ഇതാണ് a സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a സ്ക്വയർ മൈനസ് കെ എ മൈനസ് 5i ഈക്വൽ ടു 0. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് 10, 15, 15, 25 മൈനസ് കെ ഇൻറ്റു എന്ന് പറയുന്നത് കെ 3k 3k 4k മൈനസ് 5i എന്ന് പറയുന്ന 5005 സിംഗിൾ 0 മെട്രിക്സ് ആണ്. 0 0 0 0. ഓക്കെ, റൈറ്റ് സൈഡിൽ 0 ആണ്, എല്ലാം 0 ആണ്. അപ്പം നമുക്ക് 10 മൈനസ് കെ മൈനസ് 5 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. 15 മൈനസ് 3k മൈനസ് 0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. 15 മൈനസ് 3k മൈനസ് 0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതെല്ലാം എഴുതുന്നത് എന്തിനാണെന്ന് ചോദിച്ചാലേ എവിടെയെങ്കിലും മാറുമെന്ന് അറിയാം. 25 മൈനസ് 4k മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. ഇതിലെല്ലായിടത്തും k സെയിം ആയിരിക്കണം. ഇവിടെ നമുക്ക് k ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇവിടെ നിന്നാണെങ്കിലും k ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇവിടുന്ന് ക്ലിയർലി k ഈസ് ഈക്വൽ ടു 5 എന്ന് തന്നെ കിട്ടും. ഇവിടെ നമ്മൾ നോക്കണം 25 മൈനസ് 5 20 ഈസ് ഈക്വൽ ടു 4k എന്ന് കിട്ടും. സോ k ഈസ് ഈക്വൽ ടു ഒബ്വിയസ്ലി 5 എന്ന് തന്നെ കിട്ടും. കാരണം എല്ലായിടത്തും സെയിം k തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ kയുടെ വാല്യൂ മാറിയാൽ ആൻസർ മാറിപ്പോവും. സോ ഓപ്ഷൻ എ തന്നെയാണ്, k ഈസ് ഈക്വൽ ടു 5. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. Question number 10. For how many values of x in the closed interval -4 -1, the matrix 3 minus 1 plus x 2 3 minus 1 x plus 2 x plus 3 minus 1 2 is singular. Singular എന്ന് പറയുമ്പോഴത്തേനും ആ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം?
0 ആയിരിക്കണം. ഡിറ്റർമിനന്റ് 0 ആക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് 1-2 നടത്താം. നടത്തിയില്ലെങ്കിൽ ചുമ്മാ അത് എക്സ്പാൻഡ് ചെയ്യാം. എനിത്തിങ് അപ് ടു യു. ഞാനതിനകത്ത് 1-2 ചെറിയ ട്രാൻസ്ഫോർമേഷൻസും നടത്താം. ഈ ഫസ്റ്റ് റോയിൽ നിന്നും സെക്കൻഡ് റോയിങ് സബ്ട്രാക്ട് ചെയ്താൽ ഇത് 0 -1 + x - 1 എന്ന് പറയുന്നത് x കിട്ടും. 2 - x + 2 എന്ന് പറയുന്നത് -x കിട്ടും. 2 ക്യാൻസൽ ആയി പോകും. ഇത് അതുപോലെ തന്നെ 3 - 1 x + 2 അതുപോലെ തന്നെ നിൽക്കും. തേർഡ് റോയിൽ നിന്നും ഇങ്ങോട്ടേക്ക് സബ്ട്രാക്ട് ചെയ്താൽ x + 3 - 3 എന്ന് പറയുന്ന x വരും. -1 - 1 0 വരും. 2 - x + 2 -x വരും. ഇനി നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യാം അല്ലേ? ഈ 2 റോയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് എഴുതിയാൽ കോളംസ് 2 ആഡ് ചെയ്താൽ 0 3x x -1 0. ഇതിങ്ങോട്ടേക്ക് ആഡ് ചെയ്താൽ ഇത് 0 ആകും. x + 2 - 1 എന്ന് പറയുന്നത് x + 1 എന്ന് വരും. -x + 0 എന്ന് പറയുന്നത് -x വരും. കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ലാസ്റ്റ് ആൻസർ കിട്ടാതെ പോകുമല്ലോ. -x × -3x - x × x + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചെയ്തല്ലേ, ഈ ഒരു x കോമൺ ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്നും x = 0 ഒരു ചോയ്സ് കിട്ടും. അല്ലെങ്കിൽ -3x - x² -x = 0. ഇവിടെ നിന്ന് വീണ്ടും ഒരു x കോമൺ എടുത്താൽ -3 - x - 1 = 0 എന്ന് കിട്ടും. സോ ഇവിടെ നിന്ന് x = 0 അല്ലെങ്കിൽ x = 4 എന്ന് പറയുന്ന ഒരു ചോയ്സ് കിട്ടും. x = 4 അല്ലെങ്കിൽ x = -4 എന്ന് പറയുന്ന ചോയ്സ് കിട്ടും. ഇത് 0 ആകുമ്പോഴത്തേനും x = -4 ആണ്. -x = 4 എന്ന് കിട്ടും. x = -4 എന്ന് കിട്ടും. സോ x = 0 x = -4 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഇന്റർവെല്ലിൽ നോക്കണം. ഈ ഇന്റർവെല്ലിൽ 0 ഇല്ല, അപ്പം -4 മാത്രം. അപ്പോൾ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രം. ഓക്കെ, let A is a 3/3 matrix and B is an adjoint such that determinant of B is equal to 64, then determinant of A is equal to. പിള്ളേരെ, B എന്ന് പറയുന്നത് adjoint of A ആണ്, ശരിയല്ലേ? B is equal to adjoint of A ആണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് ബി അവർ തന്നിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുന്നത് 64 തന്നിട്ടുണ്ട്. സോ ഡിറ്റർമിനന്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n - 1 n ഓർഡർ ആണെങ്കിൽ. സോ ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു 3 - 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു 2 ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു 2 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ഈ 64 തന്നിട്ടുണ്ട്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് +or -8 എന്ന് കിട്ടും. ഡിറ്റർമിനന്റ് നെഗറ്റീവ് ആകാം. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ ഒരു റിസൾട്ട് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു n - 1 നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള ഇക്വേഷൻ ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ, ട്രിവിയൽ സൊല്യൂഷൻസ്, നോ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ നമുക്ക് ആദ്യമേ കട്ട് ചെയ്ത് കളയാം, കാരണം ഇതൊരു ഹോമോജീനിയസ് അല്ല. റൈറ്റ് സൈഡ് 0 അല്ലല്ലോ. കോയിഫിഷ്യന്റ് ഡിറ്റർമിനന്റ് നോക്കാം. 1 4 -2 3 1 5 2 3 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ചുമ്മാ എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? 1 × 1 - 15 -4 × 3 - 10 -2 × 9 - 2. And that is equal to 1 - 15 -14 -4 × -7 അല്ലേ പിള്ളേരെ? അതെ, -2 × 7. That is equal to -14 + 28 -14 എന്ന് കിട്ടും. That is equal to 28 - 28 is equal to 0. കോയിഫിഷ്യന്റ് ഡിറ്റർമിനന്റ് 0 വന്നാൽ നോ സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ചോദ്യം 13. If A is equal to 0 1 -1 2 1 0 3 -2 -3 0, then A plus 2A' is equal to 2A' എന്ന് പറയുന്നത് അതിന്റെ ട്രാൻസ്പോസ് ആണ് അല്ലേ? A' എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എഴുതാം. A' എന്ന് പറയുന്നത് താഴെ എഴുതാം. 0 -1 2 1 0 3 -2 -3 0. 2A' എന്ന് പറയുന്നത് 0 2 -4 -2 0 -6 4 6 0. Okay, so A plus 2A' is equal to ഇതോടെ അല്ലേ? 0 + 0 0 ആണ്. -1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ -1 തന്നെ കിട്ടും. 1 തന്നെ കിട്ടും. 2ഉം -4ഉം കൂടെ ആഡ് ചെയ്താൽ -2, 1ഉം -2ഉം കൂടെ ആഡ് ചെയ്താൽ -1, 0ഉം 0ഉം കൂടെ ആഡ് ചെയ്താൽ 0, 3 - 6 എന്ന് പറയുന്നത് -3, -2 4 + 4 എന്ന് പറയുന്നത് 2,
-3 + 6 എന്ന് പറയുന്നത് 3, 0 + 0 എന്ന് പറയുന്നത് 0. ഇത് ഏതിനോട് കമ്പാറ്റബിൾ ആണെന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത്. ഇത് എ ആണോ? 0, 1, -2, 0, -1, 2. അപ്പോൾ ഇത് എ അല്ല. -a' ആണോ എന്ന് നമുക്ക് നോക്കാം. a' എന്ന് പറയുന്നത് നമ്മളൊന്ന് എഴുതിയായിരുന്നു, വായിച്ചു കളേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ. 0, -1, 2, 1, 0, 3, -2, -3, 0 ആണ് a' എന്ന് പറയുന്നത്. ഇതിന് ഒരു നെഗറ്റീവ് കൂടെ കൊടുത്താൽ 0, -1, 2 എന്ന് കിട്ടും. അതല്ല പിള്ളേരെ ഇപ്പം കിട്ടിയിരിക്കുന്ന a' തന്നെയല്ലേ, ശരിയല്ലേ? സി റൈറ്റ്. അടുത്ത ചോദ്യം. റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to x² + x + 2 divided by x² + x + 1. പിള്ളേരെ ചെയ്യാനായിട്ട് ഈ f of x നെ നമുക്ക് ഇതിനെ 1 + 1 എന്ന് വിളിച്ചാൽ ആ 2 ഇല്ലേ, x² + x + 2 നമ്മൾ 1 + 1 എന്ന് വിളിക്കുന്നു, ഡിവൈഡഡ് ബൈ x² + x + 1 എന്ന് വിളിക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു x² + x + 1 ഡിവൈഡഡ് ബൈ x² + x + 1 പ്ലസ് 1 upon x² + x + 1 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 1 ആണ്, 1 + 1 ബൈ x² + x + 1 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ f of x. സിംപ്ലിഫൈഡ് ഫോമുല f of x എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെയാണ് നമ്മൾ ഡൊമൈനും റേഞ്ചും. റേഞ്ച് മാത്രം മതി, ഡൊമൈൻ വേണ്ട. ഞാൻ ആദ്യം എഴുതുന്നത് ഈ x² + x + 1 എനിക്ക് ഈ x + 1/2 the whole square -3/4 എന്ന് എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അറിയില്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. x² + x + എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. അതായത് 1/2ൻ്റെ സ്ക്വയർ. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, 1ൻ്റെ പകുതി 1/2 ആണ്. അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഒരു +1 കൂടെ ഉണ്ട്. ഇത് x + 1/2 the whole square ആണ്. സോ ക്ലിയർലി മൈനസ് ഇത് പിള്ളേരെ 1 - 1/4 + 3/4 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ സാധിക്കും x + 1/2 the whole square being a square this is always greater than or equal to 0. സോ രണ്ട് സൈഡിലും ഒരു 3/4 ആഡ് ചെയ്താൽ x + 1/2 the whole square + 3/4 greater than or equal to 3/4 തന്നെയാണ്. സോ നമുക്ക് റെസിപ്രോക്കൽ എടുത്താൽ 1/x + 1/2 the whole square + 3/4 എന്ന് പറയുന്നത് ലെസ് ദാൻ or equal to 4/3. റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേനും ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. പ്ലെയിൻ ഇതിലേക്ക് എത്താനായിട്ട് നമ്മളിപ്പോൾ റെസിപ്രോക്കൽ അല്ലേ എടുത്തിരിക്കുന്നത്. റെസിപ്രോക്കൽ എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു +1 ആഡ് ചെയ്യാം. 1 + 1/x + 1/2 the whole square + 3/4 ലെസ് ആർ ഈക്വൽ ടു 1 + 4/3 ആണ്. ദാറ്റ് ഈസ് ലെസ് ആർ ഈക്വൽ ടു 7/3 എന്ന് കിട്ടും. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7/3 ആണ്. സോ f of x എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7/3 നമുക്ക് കൺഫേം കിട്ടി. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണെന്ന് നോക്കാനായിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ഞാൻ എടുക്കുവാണ്. സെയിം പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ തന്നിരുന്ന പോളിനോമിയലിനെ x + 1/2 the whole square + 3/4 എന്ന് എനിക്ക് ആക്കാൻ സാധിച്ചായിരുന്നു. ശരിയല്ല? ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചതാണ്. അപ്പം ഇതേ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ x + 1/2 the whole square എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ x + 1/2 the whole square + 3/4 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 അല്ല, 3/4 അപ്പുറത്ത് ആഡ് ചെയ്യണമെന്നില്ല. ഞാൻ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എടുത്ത് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ 3/4 കൂടെ ആഡ് ചെയ്താൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. ആ റിസൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 + x + 1/2 the whole square + 3/4 എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കണം. കാരണം ഇത് ഇനീക്വാലിറ്റി റിവേഴ്സ് ആവുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് നോൺ നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഈ നമ്പർ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ആയി കിട്ടിയിരിക്കുന്നത് അല്ലേ. 1 ഡിവൈഡഡ് ബൈ ഇത് x² + x + 1 അല്ലേ ഡിനോമിനേറ്റർ, ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. സോ ഒരു 1 കൂടെ ആഡ് ചെയ്താൽ 1 + 1/x² + x + 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. സോ f of x ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. സോ മീനിങ് f of x ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ 1 ക്ലോസ്ഡ് 7/3 ആണ്. ഓപ്പൺ 1 ക്ലോസ്ഡ് 7/3 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് ഒബ്വിയസ് ആണ്. 1 - x² എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. 1 - x² നമുക്ക് 1 + x × 1 - x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വിളിക്കണം. ഇത് ക്ലിയർലി ക്ലോസ് ഇന്റർവൽ -1 1 വന്നെങ്കിൽ മാത്രമേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ നമ്മുടെ സെക്ഷൻ A കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ സെക്ഷൻ B ചെയ്യാൻ പോവുകയാണ്. സോ അടുത്തത് സെക്ഷൻ B. Question number 16 ആണ്. For real x, let f of x is equal to x³ + 5x + 1, then f is 1 1 but not on 2. ആ 1 1 ആണോ on 2 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പിള്ളേരെ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഞാൻ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കും. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 3x² പ്ലസ് 5 എന്ന് കിട്ടും. ശരിയല്ലേ? x² എന്ന് പറയുന്ന എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ 3x² എന്ന് പറയുന്ന എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ 3x² പ്ലസ് 5 എന്ന് പറയുന്ന എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഇസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എഫ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കും. ശരിയല്ലേ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞ് കിടക്കും. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്ക് എന്താണ് 1 1 ഓൺ 2 ആയിരിക്കും. സോ ദിസ് ഇസ് ക്ലിയർലി 1 1 ആൻഡ് ഓൺ 2. ഓർ അതർ യു ക്യാൻ ഡ്രോ ദ ഗ്രാഫ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് 1 ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് 2 കൊടുത്ത് x1 ഇസിക്കൽ ടു x2 കിട്ടും. സെയിം അങ്ങനത്തെ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. സോ ഇത് കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വെറുതെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ്, അത് പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഇത് x² ഈവൻ ഡിഗ്രി അല്ലേ? ഈവൻ ഡിഗ്രി ആകുമ്പോൾ എന്തായാലും പോസിറ്റീവ് അല്ലെങ്കിൽ 0 അല്ലേ വരത്തുള്ളൂ. ഇതൊരു 0 വരത്തില്ല. കാരണം വെച്ചാൽ 3x² പ്ലസ് 5 കിടപ്പുള്ളത് 0 വരത്തില്ല. സോ അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ ഡിക്രീസിങ്, ഇപ്പോൾ ലെസ് ദാൻ 0 കിട്ടിയാലും 1 1 ഓൺ 2 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റൻ നമ്പർ 17. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ x² ബൈ x പ്ലസ് 1 വെർ x നോട്ട് ഇസ് ഈക്വൽ ടു -1 ഡിനോമിനേറ്റർ 0 ആകാതിരിക്കാനാണ്. ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ വിച്ച് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എ. തന്നിരിക്കുന്ന എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എ എന്നല്ലേ? ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എക്സിന് വരെ എ കൊടുക്കാം അല്ലേ? ആൽഫ a² ഡിവൈഡഡ് ബൈ a പ്ലസ് 1 ഈസ് ഈക്വൽ ടു എ. ഒരു എ ക്യാൻസൽ ആയി പോകും. സോ ആൽഫ ഇസ് ഈക്വൽ ടു എ ആൽഫ ഇസ് ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് കിട്ടും. ആൽഫ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ എ. സിമ്പിൾ ചോദ്യമായിരുന്നു. 1 പ്ലസ് 1 ബൈ എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. ലെറ്റ് എക്സ് ബി എ നോൺ എംപ്റ്റി സെറ്റ് ആൻഡ് പി ഓഫ് എക്സ് ബി ദ സെറ്റ് ഓഫ് ഓൾ subset of x for a comma b belongs to p of x. A related to b if and only if a intersection b is equal to null set. Player a related to b implies a intersection b null set ആയിരിക്കണം. ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാൻ a റിലേറ്റഡ് ടു a ആണോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ a intersection a എന്ന് പറയുന്നത് a തന്നെയാണ്, നോട്ട് എ null set. ഇനി എ ഒരു നൾ സെറ്റ് ആകുമ്പോൾ മാത്രം അതിന് എ എടുക്കുന്നത് എപ്പോഴും നൾ സെറ്റ് ആവണം നിർബന്ധമുണ്ടോ? ഇല്ല. എ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ തന്നെയാണ്. സോ അത് റിഫ്ലെക്സീവ് അല്ല. ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, സിമ്മട്രിക് ആണോ നോക്കാം. എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ എന്ന് പറയുന്നതാണ് സിമ്മട്രിക്. പ്ലർ എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റ് ആണെന്ന്. അപ്പം നമുക്കത് തിരിച്ചെഴുതാൻ സാധിക്കത്തില്ലേ? ബി ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നതും നൾ സെറ്റ് തന്നെയല്ലേ? And that implies b related to a. b related to a ആണ്. b related to a എന്ന് പറയുമ്പോൾ r is symmetric എന്ന് നമുക്ക് കിട്ടും. ഈക്വാലൻസ് ആവില്ല, ട്രാൻസിറ്റീവും റിഫ്ലെക്സീവ് ആവില്ല. കാരണം ഓൾറെഡി ഞാൻ റിഫ്ലെക്സീവ് അല്ലെന്ന് പറഞ്ഞിരുന്നു. റിഫ്ലെക്സീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്താവില്ല, ഈക്വാലൻസും ആവില്ല. സോ ബി മാത്രമാണ് കറക്റ്റ് ആൻസർ. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ നമുക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യം. 19. The relation r in r defined by set of ordered pairs a b such that a less than or is equal to b cube. പിള്ളേരെ ബിക്ക് വരെ എ കൊടുത്താൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ക്യൂബ് എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. സോ നോട്ട് റിഫ്ലെക്സീവ്. ഇപ്പോൾ എക്ക് ഞാനൊരു 1 കൊടുത്തു, ബിക്ക് ഒരു 2 കൊടുത്തു. എക്ക് 1 കൊടുത്താൽ എ ലെസ് ആർ ഈക്വൽ ടു ബി ക്യൂബ് ആണ്. ശരിയല്ലേ? അപ്പം തിരിച്ച് ബി ലെസ് ആർ ഈക്വൽ ടു എ ക്യൂബ് നമുക്ക് എഴുതാൻ സാധിക്കുമോ? ബി 2 ആണ്, 2ൻ്റെ ക്യൂബ് 8, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ് എന്ന് പറഞ്ഞ് തിരിച്ച് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ്. ശരിയാണോ? അല്ല. അതുകൊണ്ട് എന്തല്ല, നോട്ട് സിമ്മട്രിക് ആണ്. അപ്പോൾ സിമ്മട്രിക്കും അല്ല. ഇനി എന്താണ് നമുക്ക് കിടക്കുന്നത്? ട്രാൻസിറ്റീവ് ആണ് നമുക്ക് കിടക്കുന്നത്. ട്രാൻസിറ്റീവ് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്? എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് ആയിരിക്കണം, ബി ലെസ് ആർ ഈക്വൽ ടു സി ക്യൂബ് ആയിരിക്കണം. പക്ഷേ എ ലെസ് ആർ ഈക്വൽ ടു സി ക്യൂബ് ആകാതെ വരുന്ന എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ശരിയല്ലേ? ഇപ്പം ഞാൻ 3 നമ്പർ എടുക്കുവാണ്. എ ഈസ് ഈക്വൽ ടു 3, ബി ഈസ് ഈക്വൽ ടു 3/2, സി ഈസ് ഈക്വൽ ടു 6/5 എടുത്തെന്ന് വിചാരിക്കാം. ഇപ്പോൾ പിള്ളേരെ എ ലെസ് ദാൻ ബി ക്യൂബ് ആണോ എന്ന് നോക്കാം. എ എന്ന് പറയുന്നത് 3 ആണ്, ലെസ് ദാൻ ബി ക്യൂബ് എന്ന് പറയുന്നത് 3/2ൻ്റെ ക്യൂബാണ്. രണ്ടും കണ്ടുപിടിച്ച് നോക്കാം അല്ലേ? എയും ബി ക്യൂബും. എ 3, ബി ക്യൂബ് എന്ന് പറയുന്ന 3 9 9 3 27 ഡിവൈഡഡ് ബൈ 2 2 4 4 2 8 എന്ന് പറയുന്നത്
3×24 3 പോയിന്റ് സംതിങ് ആണ്. സോ എ ലെസ് ദാൻ ബി ക്യൂബ് ആണ്. ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ബിയും സി ക്യൂബും കൂടെ നോക്കാം. ബി എന്ന് പറയുന്നത് 3/2 ആണ്. സി ക്യൂബ് എന്ന് പറയുന്ന 36 ഇൻറ്റു 6 എന്ന് പറയുന്നത് 216 ഡിവൈഡഡ് ബൈ 5 25 25 125 ആണ്. 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. 216 ഡിവൈഡഡ് ബൈ 125 എന്ന് പറയുന്നത് ഈക്വൽ ടു 1.7 ആണ്. സോ ഒബ്വിയസ്ലി ബി ലെസ് ദാൻ ഈക്വൽ ടു സി ക്യൂബ് ആണ്. ഇനി എയും സി ക്യൂബും എടുത്ത് നോക്കണം. എ എന്ന് പറയുന്നത് 3യും സി ക്യൂബ് എന്ന് പറയുന്നത് 216 ഡിവൈഡഡ് ബൈ 125 ആണ്. ഇത് 3 തന്നെയാണ്, ഇത് 1.7 ആണ്. ഇതിൽ ഏതാണ് വലുത്? എ ആണ് വലുത്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ നോട്ട് റിഫ്ലെക്സീവ്, നോട്ട് ട്രാൻസിറ്റീവ്, നോട്ട് സിമെട്രിക്. ശരിക്കും പറഞ്ഞാൽ ട്രാൻസിറ്റീവ് ആകാനുള്ള സാധ്യത നിങ്ങൾ ഒരൊറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേനും തോന്നുമായിരിക്കും, പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഇതിനി നമ്പറുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് ആയിക്കോളും കേട്ടോ. അങ്ങനത്തെ കുറച്ച് നമ്പറുകൾ തപ്പിയെടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് ആയിക്കോളും. ഓക്കെ, അടുത്ത ചോദ്യം. ദ സിഗ്നം ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. പിള്ളേരെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിൽ എഫ് ഓഫ് 2ന്റെ ആൻസർ എത്രയാണ്? 1 ആണ്. എഫ് ഓഫ് 5ന്റെ ആൻസറും എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ എഫ് ഓഫ് 2ന്റെ രണ്ട് എലമെന്റ്സിന് സെയിം ഇമേജ് വന്നാൽ എന്താണ്? നോട്ട് 1 1. 1 1 അല്ല. ഇനി ഓൺ ടു ആണോ എന്ന് നോക്കുക. ഓൺ ടു ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത് എവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരുന്നു? എഫ് ഫ്രം ആർ ടു ആർ ആയിരുന്നു. ആറിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടോ? ഇതിന്റെ റേഞ്ച് എന്തുവാ? ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി 1 0 -1 ആണ്. കോഡൊമൈൻ എന്തുവാ? കോഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ്. കോഡൊമൈനും റേഞ്ചും സെയിം ആണോ? അല്ല. ഇത് രണ്ടും സെയിം അല്ലാത്തതുകൊണ്ട് നോട്ട് ഓൺ ടു ആണ്. രണ്ടും സെയിം ആകുമ്പോഴാണ് ഓൺ ടു ആകുന്നത്. സോ ഇറ്റ് ഈസ് നൈദർ 1 1 നോർ ഓൺ ടു. ഓക്കെ, അടുത്ത ചോദ്യം. Let f from r to r defined by f of x is equal to x square minus 3x plus 2. Then f of x. ശരി, ബന്ധപ്പാടാണ്. f of x എന്ന് പറയുന്നത് വളരെ f of x എനിക്കറിയാം. ഇത് f of x the whole square minus 3 into f of x plus 2 ആണ്. That is equal to f of x എന്ന് പറയുന്ന വാല്യൂ x square minus 3x plus 2. x square minus 3x plus 2 minus 3 into x square minus 3x plus 2 plus 2 ആണ്. That is equal to ഇവിടെ ഒരു സ്ക്വയർ കൂടെ ഉണ്ട്. a plus b plus c the whole square എന്ന് പറയുന്നത് a square plus b square plus c square plus 2 into a into b plus 2 into b into c. 2 into b into c plus 2 into a into c. 2 into a into c ആണ്. കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. മൈനസ് 3x സ്ക്വയർ പ്ലസ് 9x മൈനസ് 6 പ്ലസ് 2. ചെറിയ എക്സ്പ്രഷൻ ഒന്നും അല്ല. x raised to 4 പ്ലസ് ഇതിനകത്ത് ക്യാൻസൽ ആകുന്നത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ എക്സ് സ്ക്വയറിൻ്റെ ടൈം ഏതൊക്കെയാണെന്ന് നോക്കി. അല്ല, എക്സ് ക്യൂബിൻ്റെ ടൈം എടുക്കാം അല്ലേ നമുക്ക് ആദ്യം. ഇതൊരു എക്സ് ക്യൂബിൻ്റെ ടൈമാണ്. വേറെ എക്സ് ക്യൂബിൻ്റെ ടൈമില്ല. 3 2 6 മൈനസ് 6x ക്യൂബ് മൈനസ് 6x ക്യൂബ് ഏതെങ്കിലും വരുന്നുണ്ടോ? മൈനസ് 6x ക്യൂബ്. അപ്പോൾ ഇത് രണ്ടും ആൻസർ അല്ല, കൺഫേം. ആ രണ്ട് ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി. ഇനി എക്സ് സ്ക്വയറിൻ്റെ ടൈം നോക്കാം. 9x സ്ക്വയർ ഉണ്ട്, പ്ലസ് 4x സ്ക്വയർ ഉണ്ട്, മൈനസ് 3x സ്ക്വയർ ഉണ്ട്. 9x സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ എന്ന് പറയുന്നത് 9 4 13x സ്ക്വയർ ആണ്. മൈനസ് 3x സ്ക്വയർ എന്ന് പറയുന്നത് പ്ലസ് 10x സ്ക്വയർ ആണ്. പ്ലസ് 10x സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി. ഇനിയിപ്പോൾ നിങ്ങൾ ആ എക്സിൻ്റെ ടൈം കൂടെ എടുത്താൽ മാത്രം മതി. അത് കൺഫേം ആയില്ല. ഇല്ലെങ്കിൽ നോ ആൻസറിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ എനിക്ക് 10x സ്ക്വയർ എന്ന് കിട്ടി. ഞാൻ ലാസ്റ്റ് ടൈമും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് എക്സിൻ്റെ ടൈം ഇതിനകത്ത് 3 2 6 6 2 12 മൈനസ് 12x 9x 9 3 12. അപ്പം മൈനസ് 3x എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എക്സിൻ്റെ ടൈമും ഞാൻ എടുത്തു കഴിഞ്ഞു. എക്സിൻ്റെ ടൈം രണ്ടും എടുത്തു കഴിഞ്ഞു. 4 2 6 മൈനസ് 6 പ്ലസ് 0. അപ്പോൾ ഒബ്വിയസ്ലി ആൻസർ തന്നെയാണ്, ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. പ്ലസ് നമ്പർ ഓഫ് ഓൾ ഓൺ ടു ഫംഗ്ഷൻസ് ഫ്രം ദ സെറ്റ് 1 2 3 to n to itself. അത് നമുക്ക് n ഫാക്ടോറിയലാണ്, ജനറൽ റിസൾട്ടാണ്. ഓൺ ടു ഫംഗ്ഷൻസ് ആണ് വേണ്ടത്. അപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പോലെ എഴുതി വെച്ചാൽ 1 2 3 അപ് ടു എന്നിൽ നിന്നും 1 2 3 അപ് ടു എന്നിലേക്ക് എല്ലാ എലമെൻസിനും 1ന് n ചോയ്സ് ആണുള്ളത്. അടുത്തത് 2ന് n-1 ചോയ്സുകളുണ്ട്. എക്സെട്രാ ലാസ്റ്റിന് 1 ചോയ്സ്. അപ്പം നമുക്ക് n ഫാക്ടോറിയൽ തന്നെ കിട്ടും. ഇതൊരു സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം.
Let R and C denote the set of all real numbers and complex numbers respectively. The function f from set of all complex numbers to set of all real numbers defined by f of z is equal to mod z. നമുക്ക് ഇസഡിനെ എ പ്ലസ് ഐ ബി എന്ന് വിളിച്ചാൽ മോഡ് ഇസഡ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് മോഡ് ഇസഡ് ആണ്. മോഡ് ഇസഡ് എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അണ്ടർ ദ റൂട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 3+4i എന്ന് പറയുന്നതിൻ്റെ മോഡ് ഇസഡ് എത്രയാണ് പിള്ളേരെ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അണ്ടർ ദ റൂട്ടാണ്, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 കിട്ടും. 4+3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡ് ഇസഡ് എത്രയാണ്? 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ് അണ്ടർ ദ റൂട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 തന്നെ കിട്ടും. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രണ്ടും 5 തന്നെയല്ലേ കിട്ടുന്നത്? രണ്ടും സെയിം തന്നെ അല്ലേ? എന്ന് പറഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് നമ്പറുകളും സെയിം ആണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ ഇതെന്തല്ല? 1 1 അല്ല. മനസ്സിലായി പറഞ്ഞത്? ഈ സംഗതി 1 1 അല്ല. ഇനി ഓൺ ടു ആണോ എന്ന് നോക്കുക. ഓൺ ടു ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് എല്ലാ റിയൽ നമ്പറും മോഡുലസ് ആയിട്ട് വരുന്ന ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ക്ലിയർലി അത് ഓൺ ടു ആണ്. പക്ഷെ എന്തല്ല? 1 1 അല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഓൺ ടു ആണെന്ന് പറയാൻ കാര്യം, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ കോഡൊമൈനും റേഞ്ചും സെയിം വന്നാലാണല്ലോ നമുക്ക് ഓൺ ടു എന്ന് പറയാൻ സാധിക്കുക. ഇതിൻ്റെ ആൻസറിനകത്ത് കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്. കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 1 1 അല്ല. അപ്പം മോർ ദാൻ 1 എലമെൻസിന് സെയിം ഇമേജ് ഒബ്വിയസ്ലി വരും, കാരണം രണ്ടിൻ്റെ നമ്പർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി എല്ലാ റിയൽ നമ്പറുകളും മോഡുലസ് ആയിട്ട് വരുന്ന മിനിമം ഒരു കോംപ്ലക്സ് നമ്പറെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം എല്ലാ റിയൽ നമ്പേഴ്സും ആ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റിൽ കിടപ്പുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും മോഡുലസ് എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്, ശരിയല്ലേ? സോ ഇറാഷണൽ ആണെങ്കിലും ശരി, റാഷണൽ ആണെങ്കിലും ശരി, നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഒബ്വിയസ്ലി ഈ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദറ്റ് ഇസ് എൻ ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ. Question number 23. Let R and C denote the set of all real numbers and complex numbers respectively. The function f from C to R defined by f of z is equal to mod z is. പിള്ളേരെ, f of z is equal to mod z ഞാൻ z is equal to 3+4i എന്നും ഒരു കോംപ്ലക്സ് നമ്പർ കൊടുക്കും. അപ്പോൾ mod z എത്രയാ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അണ്ടർ ദ റൂട്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു 25 അണ്ടർ ദ റൂട്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും, ശരിയല്ലേ? ഓക്കെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 4+3i എന്ന് പറയുന്ന അടുത്ത കോംപ്ലക്സ് നമ്പർ. രണ്ട് സെയിം അല്ലല്ലോ. മോഡ് ഇസഡ് എത്രയാ? 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അണ്ടർ ദ റൂട്ട്. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 + 9 25 തന്നെ കിട്ടും. അണ്ടർ ദ റൂട്ട് എടുക്കുമ്പോൾ 5 കിട്ടും. Z1 ഉം Z2 ഇത് Z1 എന്നും Z2 എന്നും വിളിച്ചിരുന്നെങ്കിൽ Z1 ഉം Z2 ഉം സെയിം ആണോ? അല്ല, Z1 ഉം Z2 സെയിം അല്ല. പക്ഷേ ഇതിൻ്റെ മോഡുലസുകൾ സെയിം ആണ്. അപ്പോൾ ഇത് എന്തല്ല? 1 1 അല്ല. സോ ദിസ് ഇസ് നോട്ട് 1 1. ഇനി ആറിലെ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കണം. അതാണല്ലോ ഓൺ ടു ആണോ എന്ന് നോക്കുന്നത്. ഓൺ ടു ആണോ എന്ന് നോക്കാനായിട്ട് ആറിൽ നെഗറ്റീവ് നമ്പറുകൾ കിടപ്പുണ്ട്. ഏതെങ്കിലും കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ നെഗറ്റീവ് നമ്പർ ആൻസർ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് നമ്പറുകൾക്ക് ഒരിക്കലും പ്രീ ഇമേജ് ഉണ്ടാവില്ല. സോ ഇത് ഓൺ ടുവുമല്ല. അപ്പോൾ എന്താണ്? നൈദർ 1 1 നോർ ഓൺ ടു. ഓക്കെ. അടുത്ത ചോദ്യം 24. f of x is equal to the root of x plus 1 into x minus 3 divided by x minus 2. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ ദ ഡൊമൈൻ. നമുക്ക് ഡൊമൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് x not equal to 2 എഴുതാം, കാരണം ഡിനോമിനേറ്റർ 0 വരില്ല. മാത്രമല്ല x plus 1 into x minus 3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടണം. ദാറ്റ് ഇസ് x minus of -1 into x minus 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നമുക്കൊരു റിസൾട്ട് ഉണ്ട്. x minus a into x minus b ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടണമെങ്കിൽ -∞ a യൂണിയൻ b ഇൻഫിനിറ്റി ആയിരിക്കണം എക്സിൻ്റെ വാല്യൂസ് കിടക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ -∞ -1 ക്ലോസ്ഡ് യൂണിയൻ 3 ഇൻഫിനിറ്റി ആണ്. ഇതിൽ 2 ഉണ്ടോ? ഇല്ല. 2 ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടി വന്നാണ്. ഇതിനകത്ത് 2 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് -∞ -1 യൂണിയൻ 3 ഇൻഫിനിറ്റി എന്ന് വിളിക്കാം. ഇനി വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് നമുക്ക് എടുക്കാനുണ്ടോ? ഇല്ല. ഡിനോമിനേറ്ററിൽ 0 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അത് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ള കണ്ടീഷനുമാക്കി. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. -∞ -1 യൂണിയൻ 3 ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 25. f of x is equal to mod x by x and e is any real number not equal to 0, then f of e minus f of minus e. പിള്ളേരെ, ഈ f of x എന്ന് പറയുന്നത് ആക്ച്വലി x by x തന്നെ ആയിരിക്കും if x greater than 0, and it will be minus x by x if x less than 0. Equal to 0 ഡിഫൈൻ ചെയ്തിട്ടില്ല. That's equal to 1 for x greater than 0 and -1 for x less than 0. So e എന്ന് പറയുന്നത്
സീറോ അല്ലാത്ത റിയൽ നമ്പർ ആണ്. ആൻഡ് എനി റിയൽ നമ്പർ നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എക്സ്പോണൻഷ്യൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നില്ല. എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് 1 കിട്ടിയാൽ എഫ് ഓഫ് മൈനസ് ഇ എന്ന് പറയുന്നത് -1 ആണ് കിട്ടുന്നത്. സോ 2 കിട്ടും. ഇനി തിരിച്ചാണെങ്കിൽ ഇത് -1ഉം ഇത് 1ഉം ആയിരിക്കും. അപ്പോൾ മോഡുലസ് എടുക്കുമ്പോൾ 2 തന്നെ. സോ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 26. സൈൻ ഓഫ് π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്ന π/6 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് π/3 എന്ന് പറയുന്നത് നമുക്ക് 60 ആണ്. 60 മൈനസ് 30 എന്ന് പറയുന്നത് 30 തന്നെ കിട്ടും. സൈൻ π/6 സൈൻ 30 എന്ന് പറയുന്നത് 1/2 തന്നെ കിട്ടും. 1/2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. കോട്ട് ഇൻവേഴ്സ് 9 പ്ലസ് കൊസീക് ഇൻവേഴ്സ് റൂട്ട് 41/4 ഈസ്. നമുക്കേ ഇതിനെ ഒന്ന് കോട്ടിലേക്കോ അല്ലെങ്കിൽ ടാനിലേക്കോ കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ ടാനിലേക്ക് കൺവേർട്ട് ചെയ്താൽ പോരെ. കോട്ട് ഇൻവേഴ്സ് 9 നമുക്ക് ടാൻ ഇൻവേഴ്സ് 1/9 എന്ന് എഴുതാം. റെസിപ്രോക്കൽ എടുത്താൽ മതി. പ്ലസ് കൊസീക് ഇൻവേഴ്സ് റൂട്ട് 41/4 ഒരു എ എന്ന് കൊടുത്താൽ കൊസീക് എ ഈസ് ഈക്വൽ ടു റൂട്ട് 41/4 എന്ന് കിട്ടും. നമുക്കൊരു കൊച്ചു റൈറ്റ് ട്രയാങ്കിൾ വരച്ചാൽ ഈ ആംഗിളാണ് എ എങ്കിൽ കൊസീക് എന്ന് പറയുന്നത് പിള്ളേരെ ഇത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡർ ബൈ സൈൻ അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ്. ഫോർ കൊസീക് എന്ന് പറയുന്നത് സൈനിൻ്റെ റെസിപ്രോക്കൽ അല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. സോ നമുക്ക് ഈ അഡ്ജസ്റ്റൻ സൈഡ് ടാൻ അല്ലേ ആക്കേണ്ട അഡ്ജസ്റ്റൻ സൈഡ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 41 മൈനസ് 16 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു അണ്ടർ ദ റൂട്ട് ഓഫ് 6 5 11 2 1 3 5. നല്ല നമ്പർ തന്നെ കിട്ടിയല്ലോ, 5. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് അല്ലേ, 4/5. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡർ ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5 പ്ലസ് 36 ഡിവൈഡർ ബൈ 9 5 45 മൈനസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇത് 41/41 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 എന്ന് കിട്ടും. π/4 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നോ കറക്ഷൻ. അടുത്ത ചോദ്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 അല്ലേ പിള്ളേരെ. സൈൻ π/2 1. സിമ്പിൾ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് π/2 സൈൻ π/2 1. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. കോട്ട് ഇൻവേഴ്സ് എ ബി ഡിവൈഡർ ബൈ എ മൈനസ് ബി. പിള്ളേരെ ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് എ മൈനസ് ബി ഡിവൈഡർ ബൈ 1 പ്ലസ് എ ബി എന്ന് എഴുതാം. റെസിപ്രോക്കൽ ആക്കാം. ഇതിന് നമുക്ക് ടാൻ ഇൻവേഴ്സ് ബി മൈനസ് സി ഡിവൈഡർ ബൈ 1 പ്ലസ് ബി സി എന്ന് എഴുതാം. റെസിപ്രോക്കൽ ഇട്ടാൽ മതി. പ്ലസ് ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് സി മൈനസ് എ ഡിവൈഡർ ബൈ 1 പ്ലസ് സി എന്ന് വിളിക്കാം. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് എ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി എന്ന് എഴുതാം. പ്ലസ് ഇത് ടാൻ ഇൻവേഴ്സ് ബി മൈനസ് ടാൻ ഇൻവേഴ്സ് സി എന്ന് എഴുതാം. പ്ലസ് ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് സി മൈനസ് ടാൻ ഇൻവേഴ്സ് എ എന്ന് എഴുതാം. ശരിയല്ലേ? എയും ടാൻ ഇൻവേഴ്സ് എയും ക്യാൻസൽ ആയി പോകും. ടാൻ ഇൻവേഴ്സ് ബിയും മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ക്യാൻസൽ ആയി പോകും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ദ ആൻസർ വിൽ ബി 0. 0 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി. സിമ്പിൾ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം. സോ ഭയങ്കര സിമ്പിളാണ്. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് സെഡ്. നിങ്ങൾക്ക് അറിയാമല്ലോ കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എവിടെ നിന്നോട്ടേക്കാണ്? ക്ലോസ് ഇന്റർവൽ -1 നിന്നും 0 പൈയിലേക്കാണ്. ശരിയല്ലേ? സോ ഇതിന്റെ വാല്യൂ പൈയും ഇതിന്റെ വാല്യൂ പൈയും ഇതിന്റെ വാല്യൂ പൈയും ആയെങ്കിൽ മാത്രമേ 3π കിട്ടത്തുള്ളൂ. കാരണം ഇത് മൂന്നും കോസ് ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് വൈയും കോസ് ഇൻവേഴ്സ് സെഡും അതിന്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ അത് π പ്ലസ് 3π. ശരിയല്ലേ? പൈ അറ്റൈൻ ചെയ്തേ പറ്റും. സോ പൈ അറ്റൈൻ ചെയ്യണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് -1 ആയിരിക്കണം. കാരണം കോസ് ഇൻവേഴ്സ് -1 ആണ് പൈ എന്ന് പറയുന്നത്. y എന്ന് പറയുന്നത് -1 ആയിരിക്കണം. z എന്ന് പറയുന്നത് ഒബ്വിയസ്ലി -1 ആയിരിക്കണം. കാരണം എന്തെങ്കിലും മാത്രമല്ലേ കോസ് ഇൻവേഴ്സ് -1 ആണ് പൈ. കോസ് ഇൻവേഴ്സ് -1 പൈ, കോസ് ഇൻവേഴ്സ് -1 പൈ. സോ xy പ്ലസ് yz പ്ലസ് xz എന്ന് പറയുന്നത് xy എന്ന് പറയുന്നത് 1 ആണ്, yz എന്ന് പറയുന്നത് 1 ആണ്, xz എന്ന് പറയുന്നത് 1 ആണ്. സോ 3 ആൻസർ കിട്ടും. 3 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 31. cos inverse x by a plus cos inverse y by b is equal to alpha. Then x square by a square minus 2xy divided by ab cos alpha plus y square by b square is equal to. ഒരു വല്ലാത്ത ക്വസ്റ്റ്യൻ പോലെ തോന്നുന്നു, പക്ഷേ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ നമുക്കറിയാം.
cos inverse of x by a into y by b minus xy minus root of 1 minus x square by a square times under the root of 1 minus y square by b square. Okay, and that is equal to alpha. So cos അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ xy divided by ab minus under the root of, ഇവിടെ മൈനസ് ആണ്, ഇതിലേക്ക് പ്ലസ് വന്നോണ്ട് കേട്ടോ, 1 minus x square by a square times 1 minus y square by b square is equal to cos alpha എന്ന് കിട്ടും. ഇതും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഈ മൈനസ് ഇവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ മൈനസ് ഈ ടൈം അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കോസ് ആൽഫ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാലും മതി. എക്സ് വൈ ഡിവൈഡഡ് ബൈ എ ബി മൈനസ് കോസ് ആൽഫ ഇസ് ഈക്വൽ ടു അണ്ടർ ദ റൂട്ട് ഓഫ്, കാരണം എനിക്ക് സ്ക്വയർ ചെയ്യാനായിട്ടാണ്, സ്ക്വയർ ചെയ്യുമ്പോഴത്തേനും റൂട്ടുള്ള ഒരു ടൈം അപ്പുറത്ത് കിടന്നാൽ മതിയല്ലോ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. സോ രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ എക്സ് വൈ ഡിവൈഡഡ് ബൈ എ ബി minus cos alpha the whole square is equal to 1 minus x square by a square into 1 minus x square by 1 minus y square by b square. See the square എടുത്താൽ x square y square by a square b square minus 2xy divided by ab cos alpha plus cos square alpha is equal to, expand ചെയ്താൽ 1 minus x square by a square minus y square by b square plus x square y square by a square b square. x square y square by a square b square നമുക്ക് രണ്ടിടത്തും ക്യാൻസൽ ആയി കളയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വരുന്ന ടൈം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2xy ഡിവൈഡഡ് ബൈ എ ബി കോസ് ആൽഫ അല്ലേ പിള്ളേരെ, ഉണ്ട് 2xy ബൈ എ ബി കോസ് ആൽഫ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ സിംഗിൾ റൈറ്റ് സൈഡിൽ 1 മാത്രം കിട്ടും. സോ നമുക്ക് റൈറ്റ് സൈഡിൽ 1 കിട്ടും. ഈ ഒരു കോസ് സ്ക്വയർ ആൽഫ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുണ്ട്, 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ആൽഫയാണ്. സോ സൈൻ സ്ക്വയർ ആൽഫയാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം 32 ഫേസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനാണ്. നമുക്ക് എ ഇൻറ്റു ബി കണ്ടുപിടിച്ച് നോക്കാം. 1 2 എക്സ് 0 1 0 0 0 1 ടൈംസ് 1 മൈനസ് 2 വൈ 0 1 0 0 0 1 എന്തായാലും ഈക്വൽ ടു 1 ഇൻറ്റു 1 1 പ്ലസ് 0 പ്ലസ് 0, അപ്പം അത് 1 മാത്രം വരും. 1 ഇൻറ്റു മൈനസ് 2 എന്ന് പറയുന്ന മൈനസ് 2 ആണ്. 2 ഇൻറ്റു 1 എന്ന് പറയുന്ന പ്ലസ് 2 കിട്ടും. എക്സ് ഇൻറ്റു 0 0. 1 ഇൻറ്റു വൈ വൈ ആണ്. 2 ഇൻറ്റു 0 0 എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് കിട്ടും. സി 0 ഇൻറ്റു 1 0 1 ഇൻറ്റു 0 0 0 ഇൻറ്റു 0 0 0 ഇൻറ്റു 1 സോറി 0 ഇൻറ്റു മൈനസ് 2 0 ആണ്. 1 ഇൻറ്റു 1 എന്ന് പറയുന്ന 1 കിട്ടും. 0 ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് 0, 1 ഇൻറ്റു 1 1 0 ഇൻറ്റു 0 0 0 ഇൻറ്റു വൈ എന്ന് പറയുന്നത് 0 ആണ്. 1 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. 0 ഇൻറ്റു 1 എന്ന് പറയുന്നതും 0 ആണ്. 0 ഇൻറ്റു 1 എന്ന് പറയുന്നത് 0, 0 ഇൻറ്റു 0 0 0 ഇൻറ്റു 0 0 0 ആണ്. 0 ഇൻറ്റു മൈനസ് 2 0, 0 ഇൻറ്റു 1 0 1 ഇൻറ്റു 0 0 0 ഇൻറ്റു വൈ 0, 0 ഇൻറ്റു 0 0 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1 തന്നെ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 1. ഇത്രയും വലിയ കാര്യമൊന്നും എഴുതേണ്ട കാര്യമില്ലായിരുന്നു. വൈ പ്ലസ് എക്സ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത് 0 തന്നെ കിട്ടും, ശരിയല്ലേ? സോ ഇത് ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ്. സോ വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ എ. എന്നാലും നമ്മൾ കംപ്ലീറ്റ് എഴുതുന്നത്, കാരണം വേറെ എവിടെയെങ്കിലും വൈഡിയോ എക്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കേട്ടോ. അടുത്തത് 33. If a is equal to cos alpha sin alpha minus sin alpha cos alpha then a raised to 10. അതായത് നമുക്കൊന്ന് എ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കാം. എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ കോസ് 2 ആൽഫയാണ്. കോസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ 2 ആൽഫയാണ്.
മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ 2 ആൽഫയാണ്. മൈനസ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ കോസ് 2 ആൽഫയാണ്. സോ എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് 2 ആൽഫ സൈൻ 2 ആൽഫ ഒക്കെയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു മൈനസ് വരും അല്ലെ, മൈനസ് സൈൻ 2 ആൽഫ, കാരണം അത് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടിടത്തും മൈനസ് ഉണ്ട്. സോ എ എന്ന് പറയുന്നതാണെങ്കിൽ എ സ്ക്വയർ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എ റേസ് 10 എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ കൂടുതൽ 10 ആഡ് ചെയ്താൽ പോരെ. 10 ആൽഫയുടെ കൂടുതൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 10 അഡീഷണലി എഴുതുക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. കോസ് 10 ആൽഫ സൈൻ 10 ആൽഫ മൈനസ് സൈൻ 10 ആൽഫ കോസ് 10 ആൽഫ. അടുത്ത് എ ഈക്വൽ ടു എ ഐ ജെ എം ബൈ 1. എം എന്ന് പറയുന്നതിന് എം റോസും 1 കോളവുമാണുള്ളത്. എം റോസ് ഉണ്ട്, പക്ഷെ ഒരൊറ്റ കോളമേ ഉള്ളൂ. എന്നെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോളം മെട്രിക്സ് എന്ന് വിളിക്കും. ഒറ്റ കോളം മാത്രമുള്ളതിനെ നമ്മൾ കോളം മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. എ ഈസ് ഈക്വൽ ടു എ ഐ ജെ എ ഐ ജെ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ. നമുക്ക് A11 വേണം, A12 വേണം, A13 വേണം, A21 വേണം, A22 വേണം, A23 വേണം, A31 വേണം, A32 വേണം, A33 വേണം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 + 1 2 ആണ്, 1 + 2 3 ആണ്, 1 + 3 4 ആണ്, 2 + 1 3 ആണ്, 2 + 2 4 ആണ്. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് I + J. 2 + 3 5 ആണ്, 3 + 1 4 ആണ്, 3 + 2 5 ആണ്, 3 + 3 6 ആണ്. 2 3 4 3 4 5 4 5 6 2 3 4 3 4 5 4 5 6 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. എ ഈസ് ഈക്വൽ ടു അവർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം പിള്ളേരെ. 3 - 4 1 - 1 ഇൻറ്റു 3 - 4 1 - 1 9 - 4 5 കിട്ടും. ശരിയല്ലേ? 3 × 3 9 -4 × 1 4 -12 + 4 -12 + 4 എന്ന് പറയുന്നത് 8 അല്ലേ പിള്ളേരെ? വെറും 8 അല്ല, -8. 3 × 4 -12 + 4 3 - 1 2 കിട്ടും. ശരിയാണ്? 1 × 3 അതെ. -4 + 1 -3. എ സ്ക്വയർ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പോൾ എ റേസ് ടു n ആണ് വേണ്ടത്. നമുക്ക് ഈ n ഇവിടെ ഇട്ട് കൊടുത്താൽ എന്തായാലും ഇതല്ല, കാരണം ഇത് കണ്ടോ, ഇതിവിടെ 5 ആണ് നമുക്ക് വരേണ്ടത്. ശരിയല്ലേ? n ഇവിടെ ഇട്ട് കൊടുത്താൽ 1 - 2 × 2. n-ന് 2 ആണ് ഇട്ട് കൊടുക്കുന്നത്. n-ന് 2 ഇട്ട് കൊടുത്താൽ 1 - 4 1 - 4 -3 ആണ് ഫസ്റ്റ് എലമെന്റ് വരുന്നത്. ഇവിടെ നമുക്ക് 5 ആണ് കിട്ടേണ്ടത്. ഇവിടെ ഇത് വരില്ല. 1 - 2 × 4 5 അങ്ങനെയല്ല വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി 1 + 2 × 2 4 4 + 1 5 കിട്ടി. -4 × 2 എന്ന് പറയുന്നത് -8 കിട്ടി. ഇതുണ്ട് 2 കിട്ടി. 1 - 3 2 2 4 1 - 4 എന്ന് പറയുന്നത് -3. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൻസർ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് കറപ്പിച്ചതിന് ശേഷം അടുത്ത ക്വസ്റ്റനിലേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ. സി ആസ് ഇറ്റ് ഈസ്. എന്താ കാര്യം വെച്ചാൽ ഇനി ഇതിനകത്ത് ഇതല്ല, ഇതിന് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് പോകില്ല, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേ ഉള്ളൂ. കൺഫർമേഷൻ എടുക്കേണ്ട ഒരു നെസസിറ്റി ഇവിടെ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി പറഞ്ഞത്? ഓക്കെ, അടുത്ത ചോദ്യം. If A is equal to 4x + 2 2x - 3 x + 1 is symmetric. Symmetric ആകുമ്പോൾ A is equal to A transpose. 4x + 2 2x - 3 x + 1 is equal to 4x + 2 2x - 3 x + 1. 4 is equal to 4. x + 2 is equal to 2x - 3 എന്ന് കിട്ടും. സോ x is equal to 5. x is equal to 5 എല്ലായിടത്തും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്തിരിക്കണം. 5 2 10 - 3 എന്ന് പറയുന്നത് 7 ആണ്. 5 2 7 ആണ്. അപ്പോൾ എല്ലായിടത്തും തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 5 ആണ് സക്സസ്. അടുത്ത ചോദ്യം. ഇനിയിപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. കൺഫേം ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു ആവേശം കൺഫേം ചെയ്ത് നോക്കിയതേ ഉള്ളൂ കേട്ടോ. എയും ബിയും ഇവർ തന്നിട്ടുണ്ട്. a + b the whole square is equal to a square + b square. Then a + b is equal to പിള്ളേരെ a + b the whole square a square + ab + ba + b square എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു a square + b square എന്ന് അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ a square b square a square b square ക്യാൻസൽ ആയി പോയിട്ട് ab is equal to -ba എന്ന് നമുക്ക് കിട്ടും. ab is equal to -ba എന്ന് കിട്ടിയാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് a + b കണ്ടുപിടിക്കണം. 1 - 1 2 - 1 ഇൻറ്റു a1 b - 1 ab ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ab a - b 1 - 1 2a - b 2 + 1 ഇങ്ങനെയായിരിക്കും അല്ലേ കിട്ടുന്നത്. a - b
0 2a മൈനസ് ബി 3. കേരള മിസ്റ്റേക്ക് കൊണ്ടുവന്നൊരു കൺഫ്യൂഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി ബി എ കണ്ടുപിടിക്കണം. ബി എ തിരിച്ചല്ലേ, a1 b മൈനസ് 1 a1 b മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 2 മൈനസ് 1 a പ്ലസ് 2 കിട്ടും. a ഇൻറ്റു 1 2, a ഇൻറ്റു മൈനസ് 1 മൈനസ് a മൈനസ് 1 b മൈനസ് 2 മൈനസ് b പ്ലസ് 1. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ a പ്ലസ് 2 എന്ന് പറയുന്നത്, അയ്യോ ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ല, ഒരു മൈനസോടെ ചേർത്തല്ലേ, മൈനസ് ബി എയോടാണ് ഈക്വൽ. മൈനസ് ബി എ എന്ന് പറയുന്നത് മൈനസ് എ മൈനസ് 2 a പ്ലസ് 1 2 മൈനസ് ബി എ 1 സോറി ബി മൈനസ് 1 ശരിയല്ലേ. എന്തായാലും സീക്വൽ ടു ദേ ഹാവ് ഗിവൺ a മൈനസ് ബി 0 2a മൈനസ് ബി 3 ശരിയല്ലേ പിള്ളേരെ. a പ്ലസ് 1 0 ആകുമ്പം a മൈനസ് 1 എന്ന് കിട്ടും. b മൈനസ് 1 എന്ന് പറയുന്നത് 3 ആകുമ്പോൾ b എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. ശരിയാണോ? അവർ കണ്ടുപിടിക്കാനുള്ളത് എന്താ? a പ്ലസ് ബി ആണ്. a പ്ലസ് ബി എന്ന് പറയുന്നത് 4. ഈശ്വര, അതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ മൈനസ് 1 എങ്ങാനും അത് തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്തേ. a ഇൻറ്റു മൈനസ് 1 മൈനസ് എ 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 തന്നെയാണല്ലോ, മൈനസ് എ മൈനസ് 1 തന്നെയാണല്ലോ കിട്ടുന്നത്. a പ്ലസ് 1 ഇസിക്കൽ 0 ഒന്നുമാണ് കിട്ടുന്നത്. ബാക്കി എല്ലായിടത്തും വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. 2 മൈനസ് ബി ഈസിക്കൽ ടു എ, അപ്പോൾ എ ഈസിക്കൽ ടു 1 ആണ്. നമുക്ക് ഇവിടെ നിന്ന് എ ഈസിക്കൽ ടു 1 കിട്ടും. ഇവിടെ നിന്നും എ ഈസിക്കൽ ടു 1 ആണെങ്കിൽ ഇത് മൈനസ് 1 മൈനസ് 2 മൈനസ് 3 ആണ്. 1 മൈനസ് ബി എന്ന് പറയുന്നത് 1 മൈനസ് 4 മൈനസ് 3 ആണ്. അപ്പം നമുക്ക് എ ഈസിക്കൽ ടു പോസിറ്റീവ് 1 ആണ്. ഇവിടെ ഞാൻ എഴുതിയെടുത്ത് എന്തോ മിസ്റ്റേക്ക് 1 ആണ് കേട്ടോ. എ ഈസിക്കൽ ടു 1 ആണ്. സോ 1 പ്ലസ് 4 എന്ന് പറയുന്നത് 5 ആണ് കിട്ടേണ്ടത്. എഴുതിയേക്കുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഞാനൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. എ ബി 1 മൈനസ് 1 2 മൈനസ് 1 1 മൈനസ് 1 2 മൈനസ് 1 ഇൻറ്റു a1 b മൈനസ് 1 ആണ്. സോ നമുക്ക് a ഇൻറ്റു ബി എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1 1 ഇൻറ്റു 1 മൈനസ് മൈനസ് 1 ഇൻറ്റു 1 ഇത് 2 ആണ്. 0 അല്ല, ദിസ് ഇസ് 2. അപ്പോൾ കൺഫേം ആയില്ലേ? a പ്ലസ് 1 ഈസിക്കൽ ടു 2 ആണെങ്കിൽ a ഈസിക്കൽ ടു 1. സക്സസ്. a ഈസിക്കൽ ടു 1 b ഈസിക്കൽ ടു 4 ആണ്. 1 പ്ലസ് 4 എന്ന് പറയുന്നത് 5 വരും. ഓപ്ഷൻ സി, നോ കറക്ഷൻ. അടുത്ത ചോദ്യം. സി എക്സ് വൈ സെഡ് ആർ ദ pth qth ആൻഡ് rth ടൈം ഓഫ് ആൻ എ പി. നമുക്ക് ഇത് pth ടൈം അല്ലേ, a പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡി. ഇത് qth ടൈം അല്ലേ, a പ്ലസ് q മൈനസ് 1 ഇൻറ്റു ഡി. ഇത് rth ടൈം അല്ലേ, a പ്ലസ് r മൈനസ് 1 ഇൻറ്റു ഡി. p q r 1 1 1 ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്താൽ a p q r 1 1 1 പ്ലസ് ഒരു ഡി കോമൺ എടുത്തിട്ട് രണ്ടിടത്തു നിന്ന് ഡി കോമൺ എടുത്താൽ പി മൈനസ് 1 ക്യൂ മൈനസ് 1 ആർ മൈനസ് 1 പി ക്യൂ ആർ 1 1 1. പിള്ളേരെ ഈ റോയും പ്രൊപ്പോർഷണലാ. ഈ റോയിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ റോ കിട്ടും, അത് 0 കിട്ടും. പ്ലസ് ഡി കോമൺ എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുവാണ്. R2 ഗീവ്സ് R2 മൈനസ് R3 ട്രാൻസ്ഫോർമേഷൻ നടത്തി എഴുതുന്നുണ്ടോ? ഇത് P മൈനസ് 1 Q മൈനസ് 1 R മൈനസ് 1 ഓൾറെഡി അറിയാം. R2 മൈനസ് R3 ഇതിൽ നിന്ന് ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ P മൈനസ് 1 Q മൈനസ് 1 R മൈനസ് 1 തന്നെ വരും. 1 1 1 എന്ന് കിട്ടും. ഇത് രണ്ട് റോ ഐഡന്റിക്കൽ ആണ്, 0 കിട്ടും. ഇത് 0 ആകാൻ കാരണം ഇതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊപ്പോർഷണൽ ആണ്. ഇത് 0 ആകാൻ കാരണം ഇത് ട്രാൻസ്ഫോർമേഷൻ നടത്തിയതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് ഐഡന്റിക്കൽ റോസ് കിട്ടും. അപ്പോൾ അതും 0 ആണ്. സോ ആൻസർ 0 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. എ ഈസ് ഈക്വൽ ടു എല്ലാം 3 ആണ്. നമുക്ക് എനെ 3 ഇൻറ്റു 1 1 1 1 1 1 1 1 1 എന്ന് കാണാം. ശരിയല്ലേ? സോ എ ക്യൂബ് എന്ന് പറയുന്നത് 3 9 9 3 27 ഇൻറ്റു പിള്ളേരെ എ ക്യൂബ് അല്ലേ വേണ്ടത്. എ ക്യൂബ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ആദ്യം എ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് വേണ്ട എ ക്യൂബ് കണ്ടുപിടിക്കാൻ. എ സ്ക്വയർ ഇതിട്ട് തന്നെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ചെയ്യാമെന്ന്. 3 3 3 3 3 3 3 3 3 ഇതിട്ട് തന്നെ നമുക്ക് എ സ്ക്വയർ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഒറ്റ എലമെന്റ് കണ്ടുപിടിച്ചാൽ മതി, കാരണം എല്ലാം സെയിം ആണല്ലോ. 9 9 9 9 പ്ലസ് 9 പ്ലസ് 9 27 ആണ്. 27 27 27 27 27 27 27 27 27. എ ക്യൂബ് എന്ന് പറയുന്നത് ഇതിനെ 27 27 27 27 27 27 27 27 27നെ 3 3 3 3 3 3 3 3 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്.
മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും 27 ഇൻറ്റു 3 81 81 81 3 ടൈംസ് 81 എന്ന് പറയുന്നത് 3 ഇൻറ്റു 81 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 കാരണം 81 പ്ലസ് 81 പ്ലസ് 81 ആണ് എല്ലായിടത്തും കിട്ടുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് തെറ്റിപ്പോകാനുള്ള സാധ്യത, നിങ്ങൾ ഇതിനകത്ത് 243 കോമൺ എടുക്കുകയും 243 കറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. ഇതിനകത്ത് 81 ആണ് നമുക്ക് കോമൺ എടുക്കേണ്ടത്, അപ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. എന്ന് പറയുന്ന ഈ 333 ആദ്യം ഞാൻ ആ 111 ആക്കിയതിന് ശേഷം ഞാനിത് ഇങ്ങനെ ആക്കാനുള്ള കാര്യം 111 എഴുതാൻ ശ്രമിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ആക്കാനുള്ള കാര്യം ഞാൻ എഴുതി ശ്രമിച്ചായിരുന്നു, കണ്ടോന്ന് എനിക്കറിയില്ല. 333 ഒറ്റ 3 കോമൺ എടുത്തതിന് ശേഷം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്കിത് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ഞാൻ ചാടി ഇതിലേക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 1 ഇട്ടാൽ ഞാൻ ഇങ്ങനെ എഴുതി ചിലപ്പോൾ പോകും. കാരണം 3 കോമൺ എടുത്താൽ 3 അങ്ങനെ 3 ഒരു 5 ഒക്കെ വരും. അത് പണിയാണ്, മനസ്സിലായോ? ഇത് 81 അല്ല, കാരണം ഇത് കൊണ്ട് നോക്കിയാൽ 243 കോമൺ എടുക്കാൻ പറ്റുമല്ലോ. 243 ഇൻറ്റു 11111 ആ വരുന്നത്, അതല്ല 3333 ഓക്കെ. അപ്പോൾ 81 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, x plus y is equal to 2x is equal to 1, 3x plus y is equal to k is consistent. ഇത് മെട്രിക്സ് ഒക്കെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് x എനിക്ക് 1/2 കിട്ടും. x ഇവിടെ ഇട്ട് കൊടുത്താൽ 1/2 പ്ലസ് y is equal to 2 എന്ന് കിട്ടും. സോ y is equal to 2 minus 1/2 എന്ന് കിട്ടും. 4 minus 1 3/2 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ k എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് പ്ലസ് y എന്ന് പറയുന്നത് 3/2, അത് 6/2 എന്ന് പറയുന്നത് 3 തന്നെ കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം, സെലക്ട് a is equal to 2 1 3 3 1 2 1 2 3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. a ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. നിങ്ങൾക്ക് ആ റിസൾട്ട് എനിക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജോയിൻ്റെ കണ്ടുപിടിച്ചിട്ട് a ഇൻറ്റു അഡ്ജോയിൻ്റെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അഡ്ജോയിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടും കൂടെ നിങ്ങൾ കണ്ടോ. 2 1 3 3 1 2 1 2 3. അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോ ഒന്നുകൂടെ എടുത്തെഴുതുക. 2 1 3 ഇതൊന്നുകൂടെ എടുത്തെഴുതുക. 3 1 2 ഈ കോളം ഒന്നുകൂടെ എടുത്തെഴുതുക. 2 3 1 2 3. രണ്ടാമത്തെ 1 1 2 1 1. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ അഡ്ജോയിൻ്റ് ആണ് ഞാൻ എഴുതുന്നത്. അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് റീപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. 3 - 4 -1 ശരിയല്ലേ? ചെയ്യുന്നത് താഴ്ത്തോടാണെങ്കിൽ എഴുതുന്ന നേരെ എഴുതണം. 3 2 6 - 3 3 കിട്ടും. 2 - 3 -1 കിട്ടും. 2 - 9 -7 കിട്ടും. 6 - 3 3 കിട്ടും. 9 - 4 5 കിട്ടും. 6 - 1 5 കിട്ടും. 1 - 4 -3 കിട്ടും. 2 - 3 -1 കിട്ടും. ഇങ്ങനെയാണ് അഡ്ജോയിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴി. a ഇൻറ്റു അഡ്ജോയിൻ്റ് വേണം. 2 1 3 3 1 2 1 2 3 ഇൻറ്റു -1 2 -1 3 -1 -7 3 5 5 -3 -1 ഈക്വൽ ടു -2 -7 പ്ലസ് 15 6 പ്ലസ് 3 -9 -2 5 -3 ശരിയല്ലേ? നോക്കിയേ, ഇത് 6 0 0, ഇത് 0 6 0 0 0 6 എന്ന് കിട്ടും. 6 ടൈംസ് i ആണ്. ഓപ്ഷൻ സി. ഇതിനിങ്ങനെ എഴുതി കാണിച്ച അഡ്ജോയിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നിങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇഫ് പി ഐ ബിലോങ്സ് ടു ആർ 0 1 2 3 4 ഇഫ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ ഈ ഡിറ്റർമിനന്റ് വാല്യൂ അതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് P4 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. P4 എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റന്റ് അല്ലേ. P4 കണ്ടുപിടിക്കാനായിട്ട് x = 0 കൊടുത്താൽ പറയാം. x = 0 implies this is determinant 0 -1 -3 1 2 -3 -3 4 0. That is equal to ഫസ്റ്റ് 0 ആണ്. സോ 1 ഇൻറ്റു ഡിറ്റർമിനന്റ് 1 -3 -3 0 എന്ന് കിട്ടും. -3 ഇൻറ്റു 1 2 -3 4 എന്ന് കിട്ടും. That is equal to 0 - 9 -3 ഇൻറ്റു 4 + 6 എന്ന് കിട്ടും. That is equal to -9 -3 ഇൻറ്റു
ദാറ്റ് ഈസ് ഈക്വൽ ടു -39 എന്ന് കിട്ടും. -39 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. എക്സ് വൈ സെഡ് ആയിരുന്നു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ദെൻ ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ്. നമുക്ക് അതിനകത്ത് എക്സ് വൈ സെഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമുക്കറിയില്ല. തൽക്കാലം a+2 a+3 a+4 കിടക്കട്ടെ. a+3 a+4 a+5 a+2 ഇൻറ്റു പിള്ളേരെ എക്സ് വൈ സെഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ y is equal to x plus z അല്ലേ? ശരിയല്ലേ? ആ ഒരു കോൺസെപ്റ്റ് മാത്രം നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ? അതെങ്ങനെ ഇരിക്കും? ശരിയല്ലേ? അത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. കാരണം ആ ഒരു കോൺസെപ്റ്റിനെ കൊണ്ട് മാത്രം നമുക്കത് 0 കിട്ടുമോ എന്ന് നോക്കാം. ശരിയല്ലേ? ഇത് രണ്ടും ഇത് മൂന്നും അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. ഇതും അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്, ഇതും അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയും തേർഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയും ഞാൻ നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ R2 ഗീവ്സ് R2 മൈനസ് R1 R3 ഗീവ്സ് R3 മൈനസ് R1 ആണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് a+2 അങ്ങനെ തന്നെ കിടക്കും, a+3 അങ്ങനെ തന്നെ കിടക്കും, a+2x അങ്ങനെ തന്നെ കിടക്കും. ഇത് പോയാൽ a ക്യാൻസൽ ആയി പോകും. 1 a ക്യാൻസൽ ആകും. 2y മൈനസ് 2x എന്ന് പറയുന്നത് 2 ഇൻറ്റു y മൈനസ് എക്സ് ആണ്. ശരിയല്ലേ? ഇത് 2d ആണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. a+4 മൈനസ് a+2 എന്ന് പറയുന്നത് 2 വരും, ഇത് 2 വരും, 0, ഇത് 2 ഇൻറ്റു z മൈനസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു a+2 a+3 a+2x 1 ഇത് 2d എന്ന് വരും, 2 ഇത് 2 ഇൻറ്റു 2d എന്ന് വരും. കാരണം കോമൺ ഡിഫറൻസ് d ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിയല്ലേ? കോമൺ ഡിഫറൻസ് y മൈനസ് എക്സും z മൈനസ് എക്സും d അല്ലേ കോമൺ ഡിഫറൻസ്, അതാണ് ഉദ്ദേശം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്താൽ, ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ കുറച്ചുകൂടെ ക്യാൻസൽ ആയി പോകുമല്ലോ. എക്സ് വൈ സെഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് തൽക്കാലം 2dയും 4dയും ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം അവർ പറഞ്ഞിട്ടില്ല കേട്ടോ, എ ആണെന്നൊന്നും പറഞ്ഞില്ല. a+2 a+3 സോറി, ഇത് സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. ഇത് അങ്ങനെ സബ്ട്രാക്ട് ചെയ്താൽ a+3 മൈനസ് a+2 എന്ന് പറയുന്ന 1, ഇത് a+2x, ഇത് 1, ഇത് 2, ഇത് രണ്ടും 0 ആയി പോവും. ഇത് 2d, ഇത് 4d. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് പിള്ളേർ ഇതല്ലേ എടുക്കേണ്ടത്, നടുക്കത്തെ ടൈം മാത്രം എഴുതാം. -1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 ഇൻറ്റു 4d 1 ഇൻറ്റു 4d മൈനസ് 2 ഇൻറ്റു 2d 4d. സോ 0 കിട്ടും. ശരിയല്ലേ? സിമ്പിൾ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം. ഇത് വെറുതെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. e⁻²i ആൽഫ ഇൻറ്റു e⁻²i ഇൻറ്റു ബീറ്റ പ്ലസ് ഗാമ മൈനസ് e⁻−i ഇൻറ്റു -2i ആൽഫ മൈനസ് e⁻−i ഗാമ ഇൻറ്റു അല്ലേ പിള്ളേരെ? ഇതേ ഇൻറ്റു ഇത് e⁻−3i ഗാമ. ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെയല്ലേ? e⁻− ഗാമ പ്ലസ് 2, സോറി e⁻i ഗാമ. ഇത് മൈനസും ഒന്ന് പോസിറ്റീവ് അല്ലായിരുന്നു. e⁻i ഗാമ മൈനസ് e⁻−i ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് e⁻−i ബീറ്റ ഇൻറ്റു e⁻−i ഇൻറ്റു ആൽഫ പ്ലസ് ഗാമ മൈനസ് e⁻i ഇൻറ്റു ബീറ്റ 2i ബീറ്റ മൈനസ് i ബീറ്റ ബീറ്റ. കൺഫേം ചെയ്യണം, കാരണം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. e⁻²i ആൽഫ ഇൻറ്റു e⁻²i ബീറ്റ ഇൻറ്റു e⁻²i ഗാമ 2i ക്യാൻസൽ ആയി കോമൺ എടുത്താൽ 2i ഇൻറ്റു ബീറ്റ പ്ലസ് ഗാമ. ശരിയാണ്. മൈനസ് i ആൽഫ എന്ന് പറയുന്നത് പ്ലസ് 2i ആൽഫ e⁻²i ആൽഫ രണ്ട് നെഗറ്റീവാണ്. മൈനസ് e⁻i ഗാമ ഇൻറ്റു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2i ഗാമ മൈനസ് i ഗാമ എന്ന് പറയുന്ന i ഗാമ. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -i കോമൺ എടുത്താൽ ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, സക്സസ്. പ്ലസ് e⁻−i ബീറ്റ e⁻−i ബീറ്റ ഇൻറ്റു i ആൽഫ പ്ലസ് ഗാമ കിട്ടും. മൈനസ്
2i beta minus i beta എന്ന് പറയുന്നത് i beta കിട്ടും. സക്സസ് ആണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പിള്ളേർ e raised to 2i ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ കിട്ടും. മൈനസ് e raised to 0 മൈനസ് 2i ആൽഫ ഇൻറ്റു 2i ആൽഫ എന്ന് പറയുന്നത് 0 മൈനസ് e raised to i ഗാമ. ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസും മൈനസും കൂടെ മൈനസ് തന്നെ e raised to 0 കിട്ടും. ഇത് പ്ലസ് ആകും. e raised to മൈനസ് i ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ കിട്ടും. പ്ലസ് ഇത് e raised to മൈനസ് i ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ മൈനസ് e raised to 0 കിട്ടും. ശരിയല്ലേ? e raised to 0 മൈനസ് e raised to 0 മൈനസ് e raised to 0 മൈനസ് 3 കിട്ടും. പ്ലസ് e raised to 2i പൈ പ്ലസ് e raised to മൈനസ് i പൈ, അതെ പൈ തന്നെയല്ലേ നോക്കിയത്, പ്ലസ് e raised to മൈനസ് i പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് കോസ് 2π പ്ലസ് ഐ സൈൻ 2π. നിങ്ങൾക്കറിയാം e raised to i തീറ്റ അല്ലേ? e raised to i തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ പ്ലസ് 2 ഇൻറ്റു e raised to കോസ് ഓഫ് മൈനസ് പൈ പ്ലസ് ഐ സൈൻ ഓഫ് മൈനസ് പൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് കോസ് 2π 1 ആണ്, പ്ലസ് ഇത് 0 ആണ്, പ്ലസ് 2 ഇൻറ്റു കോസ് പൈ എന്ന് പറയുന്നത് മൈനസ് 1 കിട്ടും. ഇത് 0 കിട്ടും ഒബ്വിയസ്ലി. മൈനസ് 3 മൈനസ് 2 മൈനസ് 5 പ്ലസ് 1 എന്ന് പറയുന്നത് മൈനസ് 4 കിട്ടും. മൈനസ് 4 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. സക്സസ്. അടുത്ത ചോദ്യം 46. ഗിവൺ എ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ അഡ്ജോയിന്റ് ഓഫ് എയും തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ ഓഫ് കെ ആണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. പിള്ളേരെ ഇതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞാണ് 2 മൈനസ് 1 3 0 2 0 2 1 1 2 മൈനസ് 1 3 ഒന്നുകൂടെ എടുത്ത് എഴുതുക. ദെൻ 0 2 0 ഒന്നുകൂടെ എടുത്ത് എഴുതുക. 2 0 2 2 0 എഴുതുക. മൈനസ് 1 2 1 മൈനസ് 1 2 എഴുതുക. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുക. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പിള്ളേരെ ഈ ഇവിടെ വരുന്ന നമ്പർ മാത്രം ഒപ്പിച്ചാൽ മതി. അവിടെ വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് ഇവിടെ വരുന്ന നമ്പറാണ് അവിടെ വന്നത് 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4. ഓക്കെ, അപ്പോൾ കെ എന്ന് പറയുന്നത് മൈനസ് 4 കിട്ടും. ശരിയല്ലേ? അടുത്ത ചോദ്യം 47. എ ഈസ് ഈക്വൽ ടു x1 1 0 then x സ്ക്വയർ ഈസ് ഈക്വൽ ടു i. x ഈസ് ഈക്വൽ ടു സിമ്പിൾ ചോദ്യമാണ്. x 1 1 0 ഇൻറ്റു x 1 1 0 x ഇൻറ്റു x എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് 1 ആണ്. സോ x സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന പിള്ളേരെ 1 എന്ന് കിട്ടും, ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ x സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ x ഈസ് ഈക്വൽ ടു 0. സിമ്പിൾ. വേറെ ഇവിടെ x ഇവിടെ 1 അവിടെ 0 ആയി പോകും. x 0 തന്നെ കൺഫേം. അടുത്ത ചോദ്യം f of x is equal to a minus 1 0 ax a minus 1 ax square ax a then f of 2x minus f of x is equal to. പിള്ളേർ നമുക്ക് ഈ f of x-നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തൊരു ഫംഗ്ഷനൊക്കെ ആക്കി എഴുതുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ? ശരി, ഇത് ഡിറ്റർമിൻ്റ് അല്ലേ? നമുക്ക് ഡിറ്റർമിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്കൊരു a കോമൺ എടുക്കാം. ഇവിടെ നിന്ന് എല്ലായിടത്തും നമുക്കൊരു a കോമൺ എടുക്കാം. പിന്നെ വേറെ ഒന്നും കോമൺ എടുക്കാൻ പറ്റില്ല അല്ലേ? 1 x സ്ക്വയർ കിട്ടും, മൈനസ് 1 എ എക്സ് കിട്ടും, 0 മൈനസ് 1 എ എന്ന് കിട്ടും. എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയാൽ 0 ആയി പോകും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ പോരെ. എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് കോളം രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതാം അല്ലേ? 1 എക്സ് സ്ക്വയർ അവിടെ തന്നെ കിടക്കട്ടെ. ഇത് രണ്ടും ആഡ് ചെയ്ത് ഇവിടെ ഇതിൽ 0, ഇത് എ പ്ലസ് എക്സ്, ഇത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ്. അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. 0 മൈനസ് 1 എ ശരിയാണോ? സോ 1 ഇൻറ്റു ശരിയായിരുന്നു, അവിടെ ഗുണം ഉണ്ടായിരുന്നു. ഇതല്ല, ഇത് 0 ആയി പോകില്ല ചെയ്ത്. എ പ്ലസ് എക്സ് നമുക്ക് ആവശ്യമുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് എ എക്സും നമുക്ക് ആവശ്യമുണ്ട്. കാരണം 1 ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 ഇൻറ്റു എ പ്ലസ് എക്സ് ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ എക്സ് മൈനസ് ഇത് പ്ലസ് ആകും അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ്. കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പതിയെ തിരുത്താം കേട്ടോ. എ ഇൻറ്റു പിള്ളേർ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? എ ഇൻറ്റു എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 2x മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് 2x എന്ന് പറയുന്നത് എ ഇൻറ്റു 2x പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് എ ഇൻറ്റു x plus a the whole square. That is equal to a into 4x square plus 4ax plus a square minus
a into x square plus 2ax plus a square. That is equal to 4ax square plus 4a square x plus a cube minus ax square minus 2a square x minus a cube. a cube ഉം a cube ഉം ക്യാൻസൽ ആയി പോകും. 4ax square minus ax square എന്ന് പറയുന്നത് 3ax square plus 4a square x minus 2a square x എന്ന് പറയുന്നത് 2a square x. And that is equal to നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്ത് ഒരു ax കോമൺ എടുത്താൽ 3x plus 2a എന്ന് വരും. സോ ax into 3x plus 2a ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം സി. ഇത് നമുക്ക് 1 ആണോ ഓൺ ടു ആണോ എന്നാണ് നോക്കേണ്ടത്. പിള്ളേരെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നിന് ഞാൻ 2 കൊടുത്തെന്ന് വിചാരിക്കുക. എന്നിന് 2 കൊടുത്താൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് n ഈവൻ ആയതുകൊണ്ട് n/2 ഇതിന്റെ ആൻസർ 1 കിട്ടും. ഇനി ഞാൻ എന്നിന് 0 ആണ്, n ഓഡ് ആകുമ്പോഴത്തേന് 0 ആണ്. ഇനിയിപ്പോൾ n ഞാൻ 0 കൊടുത്തു. 0 ഒരു ഈവൻ നമ്പറാണ്, 0 ഈവനിലാണ് കൂട്ടുന്നത്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈവൻ നമ്പേഴ്സിലാണ് കൂട്ടുന്നത്. ഈവൻ ആയതുകൊണ്ട് തന്നെ 0/2 എന്ന് പറയുന്നത് 0 തന്നെ കിട്ടും. സോ ഈവൻ ആണ്. ഇനിയിപ്പോൾ n ഓട് കൊടുത്താൽ n ഒരു 1 എന്ന് കൊടുത്താൽ അതിൻ്റെ ആൻസറും 0 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും എന്തല്ല 1 അല്ല. ശരിയല്ലേ? നിങ്ങൾ ഇൻഡിജേഴ്സിനകത്ത് ഈവനോട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടത്. ഇങ്ങനെ തന്നാൽ നമുക്ക് തൽക്കാലം നാച്ചുറൽ നമ്പേഴ്സ് ഇട്ട് നോക്കിയാൽ മതി, ഇത്രയും നോക്കിയാൽ മതി. ഇപ്പോൾ 0യുടെയും 1ൻ്റെയും 0 ഈവൻ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 0/2 എന്ന് പറയുന്നത് ഈവൻ ആണ്. 0 n ഈവൻ ആയതുകൊണ്ട് തന്നെ 0/2 0 ആണ്. സോ 0യുടെ ഇമേജും 0 ആണ്. എന്നിന് 1 കൊടുത്താൽ 1 ഓഡ് ആയതുകൊണ്ട് തന്നെ ഓടിൻ്റെ ഇമേജും 0 ആണ്. ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾ കൊടുക്കണ്ട. എന്നിന് 1 കൊടുത്താലും എന്നിന് 5 കൊടുത്താലും ഇമേജ് എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. അത് സിമ്പിൾ അല്ലേ? n ഓടാണെങ്കിൽ 0 തന്നെയല്ലേ കിട്ടുന്നത്? ശരിയാണ്, 0 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇൻജക്റ്റീവ് അല്ല, 1 അല്ല, നോട്ട് ഇൻജക്റ്റീവ് ആണ്. ശരിയല്ലേ? 1 അല്ല. ഇനി അത് ഓൺ ടു ആണോ എന്ന് നമുക്ക് നോക്കണം. ഓൺ ടു ആണോ എന്ന് നോക്കിയാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പിള്ളേരെ, എന്നൊരു ഈവൻ നമ്പർ ആണെങ്കിലും എന്നൊരു ഓഡ് നമ്പർ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എല്ലാത്തിനും ഇമേജ് ഉണ്ട്. ശരിയല്ലേ പറഞ്ഞത്? അതായത് ഒന്നുകിൽ എല്ലാ ഇൻറ്റീജറിനെയും n/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ എല്ലാ ഇൻറ്റീജറിനെയും എല്ലാ ഇൻറ്റീജറും സംതിങ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. എവറി ഇൻറ്റീജർ ക്യാൻ ബി റിട്ടൺ ആസ് സം ഇൻറ്റീജർ ഡിവൈഡഡ് ബൈ 2. സോ എവറി നമ്പർ ഈസ് അസൈൻഡ്. ശരിയല്ലേ? നിങ്ങൾക്കിപ്പോൾ 5 ആണെങ്കിൽ 5നെ നമുക്ക് 10/2 എന്ന് എഴുതാം, 6നെ നമുക്ക് 12/2 എന്ന് എഴുതാം. സോ എല്ലാ നമ്പറും അസൈൻഡ് ആണ്. സോ അത് ക്ലിയർലി സർജക്റ്റീവ് ആണ്, പക്ഷേ ഇൻജക്റ്റീവ് അല്ല. ഓക്കെ, 1 ആണ് ഓൺ ടു. ദാറ്റ് ഈസ് ഓൺ ടു ബട്ട് നോട്ട് 1. The number of on to mappings from the set 1 to up to 100 to the set 1 to. വളരെ 1, 2, etc. 100 വരെയുള്ള സെറ്റിൽ നിന്നും ഓൺ ടു മാപ്പിംഗ്സ് ആണ് വേണ്ടത്. ഇപ്പോഴത്തെ 1 ഉം 2 മാത്രമല്ലേ ഉള്ളൂ. ഓൺ ടു ആകാതിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും 1ലേക്ക് മാപ്പ് ചെയ്യാം. ഇപ്പം 2 മിച്ചം വരും. അല്ലെങ്കിൽ 1 to up to 100ൽ നിന്നും 1 2ലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ എല്ലാത്തിനെയും നമുക്ക് 2ലേക്ക് മാപ്പ് ചെയ്യാം. അപ്പോഴും എന്ത് വരില്ല? ഓൺ ടു വരില്ല. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ടോട്ടൽ മൈനസ് നോട്ട് ഓൺ ടു എടുത്താൽ പോരെ. ടോട്ടൽ എന്ന് പറയുന്നത് 2/100 ആണ്. മൈനസ് ഓൺ ടു ആവാതിരിക്കാനായിട്ട് ഈ 100 എണ്ണത്തിനെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 100 എണ്ണത്തിനെ 2ലേക്ക് മാപ്പ് ചെയ്യുന്ന 2 കേസുകൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. 2/100 minus 2. And that was our 50th question. And that was our last question. So the question paper discussion is winding up. Thank you.